എയ്ഡൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മാരാമൺ കൺവെൻഷൻ മഹായോഗത്തിലേക്കാണ്. മലങ്കര മാർത്തോമ സിറിയൻ സഭയുടെ മിഷണറി വിഭാഗമായ മാർത്തോമ സുവിശേഷ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൺവെൻഷൻ നടത്തപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. 130ാമത് കൺവെൻഷനാണ് ഈ വർഷം നടത്തപ്പെടുന്നത്. 1895 മാർച്ച് 8 മുതൽ 17 വരെ 10 ദിവസത്തേക്കാണ് ആദ്യത്തെ കൺവെൻഷൻ നടത്തപ്പെട്ടത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലുള്ള മാരാമണ്ണിൽ പമ്പാ നദിയുടെ വിശാലമായ മണൽപ്പരപ്പിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ വലിയ നോമ്പിന് മുമ്പുള്ള ആദ്യ ആഴ്ചയിലെ 8 ദിവസമാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. 1,60,000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ഓലമേഞ്ഞ പന്തലിനുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സുറിയാനി സഭകളിൽ നവീകരണ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ച മഹത്തായ ഉണർവ് പ്രസ്ഥാനത്തിൽ നിന്നാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വാർഷിക ഒത്തുചേരലിൻ്റെ ഉത്ഭവവും വളർച്ചയും. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും അടക്കം നിരവധി പ്രശസ്തരായ പ്രാസംഗികർ ഈ കൺവെൻഷൻ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 1917 പ്രശസ്തനായ മിഷണറി സാധു സുന്ദർ സിംഗ് ഈ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളാണ് ഈ കൺവെൻഷൻ ശ്രവിക്കുന്നതിനും പാട്ടുകൾ കേൾക്കുന്നതിനുമായി എത്തിച്ചേരാറുള്ളത്. ഓരോ വർഷത്തെയും മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ വളരെ പ്രശസ്തമാണ്. 1895 മുതൽ ഇന്നുവരെ കൺവെൻഷൻ്റെ സമാപന ഗാനമായി പാടുന്നത് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന പ്രശസ്തമായ ഗാനമാണ്. കൺവെൻഷൻ്റെ സമാപന യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം പാടുന്നു. 130 വർഷമായിട്ട് ഈ പാരമ്പര്യം തുടരുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം വിശ്വാസികളാണ് ഒരേ സമയം ഈ പന്തലിനുള്ളിൽ പ്രാർത്ഥനയും പാട്ടുമായി ഇവിടെ ഒത്തുകൂടുന്നത്. ദൈവിക കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ അവകാശം ധരിക്കുന്നതിനായി നാം മുദ്ര ഇടപ്പെട്ടിരിക്കുന്നു. വേദികളുടെ പിന്നാലെ പോകുകയല്ല, ഇന്ന് വഴികളുടെ പിന്നാലെ പോകുകയാണ്. ROUTES റൂട്ട്സ്, പുതിയ വഴികൾ തേടുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ആദായത്തിന് വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്.